ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ചേച്ചിമ്മ ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലിവർ കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് വീഡിയോ കണ്ടുവരാം. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ലിവർ 1 കിലോ ഉണ്ട്. ഇത് തേങ്ങാമുറി ഒരെണ്ണം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, വിനീഗർ, വെളിച്ചെണ്ണ, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, കറിവേപ്പില. അപ്പം നമുക്ക് ഈ ലിവർ ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ കരളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുത്ത് വരാം. നമ്മുടെ ലിവർ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞതാണിത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി 2 വലിയ കുടമുണ്ട്. ഒരു 5 ഇടത്തരം സവാളയാണ് ഇവിടെ അരിഞ്ഞു വെച്ചേക്കണം. ഇതിന് പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 3 ടീസ്പൂണാണിത് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു വലിയ ടീസ്പൂൺ. ഗരം മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു മുറി തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. 1 ടീസ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം.
ഇതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിനിടക്ക് ഒരു തവണ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കരട് ഫ്രൈ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ ലിവർ കൊണ്ടുള്ള ഫ്രൈ എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇത് റെഡിയാക്കി നോക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.